കണ്ണാ ബെസ്റ്റ്. വണക്കം, വന്ദനം, നമസ്കാരം. മൈജി ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ് സീസൺ 2-ൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഇതുവരെ കാണാത്ത ഒരു ഇൻട്രോ ആണ്. ദാ കാണ്. 2002 ലാൽ ജോസിൻ്റെ സംവിധാനത്തിൽ ജനപ്രിയ നായകൻ ദിലീപ് പ്രധാന വേഷത്തിലെത്തിയ സൂപ്പർ ഹിറ്റ് സിനിമയാണ് മീശമാധവൻ. അപ്പോൾ അതിലെ നമ്മുടെ സലീം കുമാർ ചേട്ടൻ്റെ വക്കീൽ കഥാപാത്രത്തിൻ്റെ ഒരു ഇടിവെട്ട് ഡയലോഗുമായിട്ട് നമ്മളുടെ നടിമാരെത്തുകയാണ്. കണ്ട ഡയലോഗ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് പ്രിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആർട്സ് ആൻഡ് ടെക്നോളജി പിസാറ്റിലെ കിടിലൻ അഭിനേതാക്കൾ റെഡിയല്ലേ? പൊതു താല്പര്യാർത്ഥം മാളവികയെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, ആര് മാളവികയോട്? മാളവിക വിചാരിച്ച് മിണ്ടാണ്ടെന്നാൽ ഞാൻ അറിയില്ലെന്ന്. നല്ലൊരു കൈ കൊടുക്കും മാളവികയ്ക്ക്. എവിടെയാണ് മാളവികയുടെ സ്ഥലം? എരമംഗലം സ്വദേശിയാണ്. ഭയങ്കര ധൈര്യമുള്ള ഒരു അഭിനേത്രി. ഡയലോഗിലേക്ക് കിടക്കാം. ആക്ഷൻ. മാധവൻ നായരുടെ സഹോദരിയുടെ വിവാഹം മുടക്കാൻ ഭഗീരഥൻ പിള്ള കാണിച്ച പൊറാട്ട് നാടകം നല്ല രസമായിരുന്നു. പൊറാട്ട് നാടകമാണെന്ന് മനസ്സിലാക്കാൻ പോലീസിന്റെ ഇന്റഗ്രേഷനോ വക്കീലിന്റെ സ്പെക്യുലേഷനോ വേണ്ട. വെറും 4ാം ക്ലാസ്. പോലീസിന്റെ ഇന്റഗ്രേഷൻ, വക്കീലിന്റെ എന്തായിരുന്നു? സ്പെക്സ്. അത് വേണ്ട. പിന്നെന്താണ്? സ്പെക്യുലേഷനോ വേണ്ട. വെറും 4ാം ക്ലാസ് ഗുസ്തിയും വെറും കോമ്പൻസേഷനും മാത്രം മതി. കോമ്പൻസേഷൻ എത്ര വേണം? കുറച്ച് മതി, അല്പം. ഒരു 2 ലക്ഷത്തിന്റെ അല്ല, കുറച്ച്. കോമൺ സെൻസ് അല്ലേ? അതുണ്ടോ? ഓക്കെ. അതിന് കൂട്ടുനിന്ന SI ഈപ്പം പാപ്പച്ചി തന്റെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്തിരിക്കുകയാണ്. സെക്ഷൻ IPRC സെക്ഷൻ 349, IPC സെക്ഷൻ 329, 529, 310. എല്ലാത്തിലും 29 നിർബന്ധമാണ്. തൊപ്പി പോണ വഴി കാണില്ല സാറേ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. കൊള്ളായിരുന്നു കേട്ടോ. അടുത്തൊരു കിടില അഭിനേതാവിനെ സജസ്റ്റ്. ദേവിക സ്വാതന്ത്ര്യ സുഹൃത്തുക്കളെ കൈയടിച്ചുകൊണ്ട്. അതായത് ഭയങ്കര കോൺഫിഡൻസ് ആണ് കുട്ടിക്ക്. എവിടെ ദേവിയുടെ സ്ഥലം? കീഴൂർ സ്വദേശിയാണ്. കിടിലൻ അഭിനേത്രിയാണ് അല്ലേ? ആക്ഷൻ. പരാതിക്കാരനായ ഭഗീരഥൻ പിള്ളയ്ക്ക് മാധവൻ നായരോടുള്ള വ്യക്തി വൈരാഗ്യത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും കഥ ചേക്കിലെ ഓരോ മേൽക്കുറ്റികൾക്കറിയാം. സുപരിചിതമാണ്. ഓരോ മേൽക്കുറ്റികൾ. മാധവൻ നായരുടെ സഹോദരിയുടെ കല്യാണം മുടക്കാൻ ഭഗീരഥൻ പിള്ള കളിച്ച പൊറോട്ട് നാടകമാണ് എന്ന് മനസ്സിലാക്കാൻ ID കാർഡ് ഇങ്ങനെ കഴുത്തേല്. പോലീസിന്റെ ഇന്ററോഗേഷനോ വക്കീലിന്റെ സ്പെക്കുലേഷനോ വേണ്ട. 4ാം ക്ലാസ് ഗുസ്തിയും അല്പം കോമൺ സെൻസും മതി. ഇനി ഞെരിക്കാൻ വിരലൊടിഞ്ഞു. അതിന് കൂട്ടുന്ന SI ഈപ്പം പാപ്പച്ചി തന്റെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്തിരിക്കുകയാണ്. CRPC സെക്ഷൻ 349, IPC സെക്ഷൻ 529, 349, 111, 529. തൊപ്പി പോണ വഴി അറിയില്ല സാറേ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. അതിനി പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. നല്ലൊരു കൈ കൊടുക്കാം. എന്തിനാന്ന് എനിക്കറിയില്ല. നല്ല ചുമ്മാ. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ അഭിനയം നമ്മൾ കണ്ടു. അടുത്തതായിട്ട് മാറ്റുരയ്ക്കാൻ മിസ്സുമാർ തന്നെ നേരിട്ടെത്തിരിക്കുകയാണ്. നല്ലൊരു കൈ കൊടുക്കാം നമുക്ക്. തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല. അത്ര ആത്മാർത്ഥമാണ് പിള്ളേർക്ക്. വിമിഷ മിസ്സാണ് എൻ്റെ മുന്നിലുള്ളത്. മിസ്സിൻ്റെ സ്ഥലം എവിടെ? ആനയ്ക്കൽ ഇവിടെ അടുത്താണ്. നടന്നാണ് വരുന്നത്? ബസ്സിന്. കിട്ടിയാൽ ബസ്സിന് പോവും. ആക്ഷൻ. പരാതിക്കാരനായ ഭഗീരഥൻ പിള്ളയ്ക്ക് മാധവൻ നായരോടുള്ള വിദ്വേഷത്തിന് അല്ല, ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ മിസ്സുമാരെ ഞാൻ ഒന്നും പറയാറില്ല. പരാതിക്കാരനായ ഭഗീരഥൻ പിള്ളയ്ക്ക് സുഖമാണോ? ഭഗീരഥൻ പിള്ളയ്ക്ക് മാധവൻ നായരോടുള്ള വിദ്വേഷത്തിൻ്റെ പ്രതികാരത്തിൻ്റെയും കഥ ചേക്കിലെല്ലാ മേൽക്കുറ്റികൾക്ക് വരെ. എല്ലാ മേൽക്കുറ്റികൾക്കും അറിയാം. മൊത്തത്തെണ്ണം കുറേ ഉണ്ട്. മാധവൻ നായരുടെ സഹോദരിയുടെ വിവാഹം മുടക്കാൻ വേണ്ടിയാണ് ഭഗീരഥൻ പിള്ള ഇങ്ങനൊരു നാടകം കളിച്ചതെന്ന്. സ്ഥലത്തിൻ്റെ പേരെന്താ പറയുക? സ്ഥലത്തിൻ്റെ പേര് കുന്നംകുളം അല്ല. മിസ്സിൻ്റെ ആണോ? ആനയ്ക്കൽ അല്ല. പിന്നെ ജംഗ്ഷൻ. പിന്നെ ഏത്? എനിക്കറിയില്ല. മാധവൻ നായരുടെ സഹോദരിയുടെ വിവാഹം മുടക്കാൻ വേണ്ടിയാണ് ഭഗീരഥൻ പിള്ള ഇങ്ങനെ ഒരു നാടകം കളിച്ചത്, പൊറോട്ട നാടകം കളിച്ചതെന്നുള്ളത്
എന്നിട്ട് ഇങ്ങനെ വരികയാണ് ഇങ്ങനെ കഴിച്ചെന്നുള്ളത്. ഇന്റഗ്രേഷനോ വേണ്ട. 4ാം ക്ലാസ് കുസ്തി. അതായത് നിന്റെ പരിപാടിയൊന്നും വേണ്ടെന്ന് എന്നോട്. അല്ല, പോലീസിന്റെ ഇന്റഗ്രേഷനും സ്പെക്കുലേഷനും ഒന്നും ആവശ്യമില്ല. 4ാം ക്ലാസ് കുസ്തി. ഉച്ചക്കത്തെ ചോറും മതി. തന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത SI ഈപ്പൻ പാപ്പച്ചി. മിസ്സിന്റെ കാഴ്ചക്ക് എന്തോ പറ്റിയെന്ന് തോന്നുന്നു. ഇല്ല. ഈപ്പൻ പാപ്പച്ചി സെക്ഷൻ 349 സെക്ഷൻ 349 111 249 തൊപ്പി പോണ വഴി അറിയില്ല സാറേ. മിസ് ചെന്നോളൂ, സൈഡിൽ നിന്നോട്ടോ. ഈ പാപമൊക്കെ ഞാൻ എവിടെ കൊണ്ട് തീർക്കുമെന്തോ. എന്തായാലും പിന്മാറില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മിസ്സുമാർ ഇനിയും വെയിറ്റിംഗ് ആണ്. അടുത്തതാരാണ്? ഒരുപാട് പേര് പറഞ്ഞുകൊണ്ട് മിസ്സിന്റെ പേര് ഞാൻ കേട്ടില്ല. മിസ് തന്നെ പറയും. മൃദുല മിസ്സാണ്. മിസ് ഇച്ചിരി ഇങ്ങോട്ട് നിന്നോ. അതെ, കൈ അടിച്ചോ. എവിടെ സ്ഥലം? സ്ഥലം പൊന്നാനി. പൊന്നാനി സ്വദേശി. ആക്ഷൻ. പരാതിക്കാരനായ ഭഗീരഥൻ പിള്ളയ്ക്ക് മാധവൻ നായരോടുള്ള വ്യക്തിവിദ്വേഷത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും കഥ ചേക്കിലെ മേൽക്കുറ്റികൾക്ക് പോലും സുപരിചിതമാണ്. മാധവൻ നായരുടെ സഹോദരിയുടെ വിവാഹം മുടക്കാൻ ഭഗീരഥൻ പിള്ള കളിച്ച വൃത്തികെട്ട പുറോട്ട് നാടകത്തിൻ്റെ 2ാം ഭാഗം കാര്യം മനസ്സിലാക്കാൻ ഇവിടെ അരങ്ങേറുകയാണ്. കാര്യം മനസ്സിലാക്കാൻ പോലീസിൻ്റെ സ്പെക്കുലേഷനോ വക്കീലിൻ്റെ പോലീസിൻ്റെ ഇൻട്രഗേഷനോ വക്കീലിൻ്റെ സ്പെക്കുലേഷനോ മനസ്സിലാക്കാൻ വെറും 4ാം ക്ലാസ്സും കുസ്തിയും മാത്രം മതി. അതായത് മിസ് കഥ മാറ്റി. ഇത് മിസ്സിന്റെ കഥ. പോലീസിന്റെ ഇൻട്രഗേഷൻ, വക്കീലിന്റെ സ്പെക്കുലേഷൻ. ഇപ്പൊ താക്കോൽ എവിടെ? എനിക്ക് അത്ര 4ാം ക്ലാസ്സും കുസ്തി. 4ാം ക്ലാസ് എത്തി നിൽക്കുകയാണ്. അവിടുത്തെ പറ 4ാം ക്ലാസ് എന്ത് പറ്റി? വെറും 4ാം ക്ലാസ്സും കുസ്തിയും മാത്രം മതി. ആദ്യം പറഞ്ഞത് വേണ്ട. ഓക്കെ. SI ഈപ്പൻ പാപ്പച്ചി നടത്തിയ ഈപ്പൻ പാപ്പച്ചി. അത് വേറെ പടമാണ്. ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. തന്റെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്തതായി കാണപ്പെടുന്നു. എന്തില് മഷിയിൽ തെളിഞ്ഞ മിസ് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി മിസ്സിനെ സ്വാഗതം ചെയ്യാൻ കൈയടിച്ചോണ്ട്. ശ്രുതി മിസ്സിന്റെ അമാസ്മരിക അഭിനയ പ്രകടനത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. റെഡിയല്ലേ മിസ്? ഇച്ചിരി ഫ്രണ്ട് ഇരുന്നോ കേട്ടോ. ആക്ഷൻ. പരാതിക്കാരനായ ഭഗീരഥൻ പിള്ളയ്ക്ക് മാധവനോടുള്ള വ്യക്തിവൈരാഗ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കഥ ഈ നാട്ടിലെ എല്ലാ മയിൽക്കുട്ടികൾക്കും സുപരിചിതമാണ്. മാധവൻ നായരുടെ സഹോദരിയുടെ വിവാഹം മുടക്കാൻ ഭഗീരഥൻ പിള്ളയെ ഭഗീരഥൻ പിള്ള തമിഴ് മൊഴി ഭഗീരഥൻ പിള്ള കളിച്ച പൊറോട്ട നാടകമാണിതെന്ന് മനസ്സിലാക്കാൻ വക്കീലിൻ്റെ ഇൻട്രോഗേഷനോ പോലീസിന്റെ ഇൻട്രോഗേഷനോ വക്കീലിന്റെ സ്പെക്കുലേഷൻസോ ആവശ്യമില്ല. കുറച്ചുകൂടി നീങ്ങാൻ ഞാൻ ഇങ്ങനെ നിൽക്കേണ്ടി. വെറും 4ാം ക്ലാസ്സും ഗുസ്തിയും മതി. ഇതിന് കൂട്ടുന്ന SI ഈപ്പൻ പാപ്പച്ചി തൻ്റെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്തിരിക്കുകയാണ്. CRP സെക്ഷൻ 349 IP സെക്ഷൻ 329 തൊപ്പി പോണ സാർ ഡാൻസ് കളിക്കും അല്ലേ? CRPC സെക്ഷൻ 300 439 അത് കൊള്ളാം, എനിക്കിഷ്ടമായിരുന്നു കേട്ടോ. നല്ലൊരു ഗൈഡ് കൊടുക്കാം. ശ്രുതി മിസ്. അപ്പോൾ മാധവൻ നായരുടെ കേസിൽ ഒത്തുതീർപ്പായിട്ടില്ല. നമുക്ക് എന്തായാലും ഒരു ബ്രേക്ക് എടുത്തിട്ട് വരാം. ഷോർട്ട് ബ്രേക്ക്.